വിഷുവൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് കടല നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അത് ഒരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചാൽ അത് വെന്ത് കിട്ടും. അപ്പോൾ കടല വേവിച്ചതിലേക്ക് നമ്മളിനി അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ, ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഒരു ഗ്ലാസ് ചേന, അതുപോലെ തന്നെ 1.5 ഗ്ലാസ് കായാണ് എടുത്തെടുക്കണം കേട്ടോ. കായ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഓഫാക്കുക. എന്നിട്ട് അതപ്പം തന്നെ വിസിൽ കളഞ്ഞ് തുറക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് വേവിൽ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ കായും ചേനയൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിലടിച്ച് അപ്പം തന്നെ എടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ ഉഴുന്ന്, നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ അളവ്, അപ്പോൾ ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് നാളികേരം, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതേപോലെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വറുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക കേട്ടോ. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് അതും കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സിയിൽ പൊടിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് പൊടിച്ചാൽ മാത്രം മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഈ നമ്മുടെ കായും ചേനയിലേക്കും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതൊന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരാനായിട്ട്, ആ കായലൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ കുറച്ചും കൂടെ വേവാനുള്ള കായും ചേനയും ഒന്നും കൂടെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക, ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിന് ശേഷം എടുക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്